പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ക്രമീകരണങ്ങൾ വിശദീകരിക്കുന്നതിനായി പത്തനംതിട്ട ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണൻ വാർത്താസമ്മേളനം വിളിച്ചു ചേർത്തു. നടപടികൾ മികച്ച രീതിയിൽ പുരോഗമിക്കുകയാണെന്ന് കളക്ടർ അറിയിച്ചു. പത്തനംതിട്ട സ്റ്റാറ്റസ് പറയുകയാണെങ്കിൽ ആകെ 1437 പോളിംഗ് സ്റ്റേഷനാണുള്ളത്. അതിൽ പത്തനംതിട്ട 1077, കാഞ്ഞിരപ്പള്ളി 181, പൂഞ്ഞാറ് 179, അങ്ങനെ 1437 പോളിംഗ് സ്റ്റേഷനാണുള്ളത്. എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും നമ്മൾ അഷ്വർഡ് മിനിമം ഫെസിലിറ്റീസ് എന്നുള്ള രീതിയിൽ വോട്ടർ സൗഹൃദ പോളിംഗ് സ്റ്റേഷനായിട്ട് തന്നെയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അതായത് അവിടുത്തെ ബേസിക് ഫെസിലിറ്റീസ് ആയിട്ടുള്ള ടോയ്ലറ്റുകൾ, അതുപോലെ റാമ്പ്, ബാക്കി അങ്ങനത്തെ ഫെസിലിറ്റീസ്, സെപ്പറേറ്റ് എൻട്രി ആൻഡ് എക്സിറ്റ് രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ ചില പോളിംഗ് സ്റ്റേഷനും മാതൃകാ പോളിംഗ് സ്റ്റേഷനും അതുപോലെ തന്നെ വനിതാ പോലീസ് പോളിംഗ് സ്റ്റേഷനും നമുക്കുണ്ട്. പിന്നെ അതാണ് പോളിംഗ് സ്റ്റേഷനുമായിട്ട് പറയാനുള്ള കാര്യങ്ങൾ. ഇത് കൂടാതെ ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ ലാസ്റ്റ് ടൈം നമ്മൾ ചെയ്തിട്ടുണ്ടെന്നാലും ഇലക്ഷൻ കമ്മീഷൻ ഇത്തവണ പറഞ്ഞിരിക്കുന്നത് ചില വിഭാഗം വോട്ടർമാർക്ക് വോട്ടവകാശം വീട്ടിൽ തന്നെ രേഖപ്പെടുത്താനുള്ള ഒരു സംവിധാനം നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ കൂടുതലും ഭിന്നശേഷിക്കാരും 85 വയസ്സിന് മുകളിൽ പ്രായമുള്ള മുതിർന്ന പൗരന്മാർക്കുമാണ് വീട്ടിലിരുന്ന് വോട്ട് ചെയ്യാവുന്നത്. അതിനുവേണ്ടി ഫോം 12D അപേക്ഷാ ഫോറം BLO മുഖാന്തരം നമ്മൾ വിതരണം ചെയ്യുന്നതാണ്. പത്തനംതിട്ടയിൽ പരമാവധി വോട്ടർ സൗഹൃദ പോളിംഗ് സ്റ്റേഷനുകളായിരിക്കും ഒരുക്കുകയെന്ന് കളക്ടർ അറിയിച്ചു. ഭിന്നശേഷിക്കാർക്കും 85 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കും വീട്ടിലിരുന്ന് വോട്ട് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കുമെന്നും കളക്ടർ പറഞ്ഞു. പെരുമാറ്റച്ചട്ടം നിലവിൽ വന്ന സ്ഥിതിക്ക് ഇത് സംബന്ധിച്ച് നിരീക്ഷണം നടത്തുന്നതിനായി വിവിധ തലത്തിൽ സ്ക്വാഡുകൾ രൂപീകരിച്ചിട്ടുണ്ടെന്നും കളക്ടർ അറിയിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജില്ലാ കളക്ടർ അലക്സ് വർഗീസിന്റെ അധ്യക്ഷതയിൽ ആലപ്പുഴയിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധി യോഗം ചേർന്നു. സമാധാനപരവും നീതിപൂർവവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യം മുൻനിർത്തിയായിരുന്നു യോഗം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജില്ലയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയിക്കുന്നതിനും ചർച്ച ചെയ്യുന്നതിനുമായാണ് ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ കൂടിയായ ജില്ലാ കളക്ടർ അലക്സ് വർഗീസിന്റെ അധ്യക്ഷതയിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം ചേർന്നത്. സുഗമവും സമാധാനപരവും നീതിപൂർവവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്തണമെന്ന് ജില്ലാ കളക്ടർ നേതാക്കളോട് അഭ്യർത്ഥിച്ചു. ക്രമസമാധാന പാലനത്തിനാവശ്യമായ പോലീസ്, വോട്ടെടുപ്പിനാവശ്യമായ ഉദ്യോഗസ്ഥർ എന്നിവരുടെ നിയമനം അന്തിമഘട്ടത്തിലാണെന്ന് കളക്ടർ പറഞ്ഞു. ക്രമസമാധാന പാലനത്തിന് കേന്ദ്രസേന, സംസ്ഥാന പോലീസ് എന്നിവരുടെ സേവനം ഉറപ്പുവരുത്തും. രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉന്നയിച്ച വിഷയങ്ങളിൽ ജില്ലയിൽ പരിഹാരം കാണാവുന്നവ എത്രയും വേഗം പരിഹരിക്കും. മറ്റു വിഷയങ്ങൾ വ്യക്തതയ്ക്കായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിഗണനയ്ക്കായി അയക്കുമെന്നും കളക്ടർ ഉറപ്പു നൽകി. മാതൃകാ പെരുമാറ്റച്ചട്ടം, ഹരിതചട്ടം എന്നിവ യോഗത്തിൽ വിശദീകരിച്ചു. യോഗത്തിൽ CPIM പ്രതിനിധി R. നാസർ, INC പ്രതിനിധി G. സഞ്ജീവ് ഭട്ട്, CPI പ്രതിനിധി TR. ബാഹുലേയൻ, കേരള കോൺഗ്രസ് M പ്രതിനിധി ഷീൻ സോളമൻ, RSP പ്രതിനിധി R. ചന്ദ്രൻ, ആം ആദ്മി പാർട്ടി പ്രതിനിധികളായ രമേശൻ പാണ്ടിശ്ശേരി, MM ഇക്ബാൽ, ADM വിനോദ് രാജ്, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ MB അനിൽകുമാർ, തെരഞ്ഞെടുപ്പ് ഡെപ്യൂട്ടി കളക്ടർ GS രാധേഷ്, മറ്റുദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ഡ്രൈവിംഗ് സ്കൂൾ മേഖലയെ തകർക്കാനുള്ള ശ്രമമാണ് ഗതാഗത മന്ത്രി നടത്തുന്നതെന്ന് ആരോപിച്ച് ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതി പ്രക്ഷോഭത്തിലേക്ക്. മാർച്ച് 20 ബുധനാഴ്ച രാവിലെ 11-ന് എല്ലാ ജില്ലകളിലും കളക്ടറേറ്റിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തുമെന്ന് സമിതി ഭാരവാഹികൾ ആലപ്പുഴയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിലെ ഡ്രൈവിംഗ് സ്കൂളുകളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഉന്മൂലനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടുകൂടി ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി അധികാരത്തിൽ കയറിയിട്ട് 2.5 മാസക്കാലമേ ആവുന്നുള്ളൂ. എന്നാൽ ഈ 2.5 മാസക്കാലവും ഡ്രൈവിംഗ് സ്കൂളുകളെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഓരോ പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തുന്നത്. ഗതാഗത വകുപ്പ് എന്ന് പറഞ്ഞാൽ കേവലം ഡ്രൈവിംഗ് സ്കൂളുകൾ മാത്രമല്ല, ഒട്ടനവധി മേഖലകളുണ്ട്. ഇതിലൊന്നും പിന്നിൽ പോകാതെ ഡ്രൈവിംഗ് സ്കൂളുകളെ മാത്രം അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. 6 മിനിറ്റ് കൊണ്ട് ഒരു ലൈസൻസ് കൊടുക്കുന്നത് അനുവദിക്കില്ല. എന്ത് അസംബന്ധമാണ് ഇദ്ദേഹം പറയുന്നത്? 6 മിനിറ്റ് കൊണ്ട് ഒരു ലൈസൻസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എത്ര ദിവസത്തെ ഞങ്ങളെ പോലുള്ളവരുടെ അധ്വാനത്തിൻ്റെ പ്രതിഫലമാണ് ഈ 6 മിനിറ്റ് എന്ന് മനസ്സിലാക്കണം. 2 മാസം, 50 ദിവസം, 2 മാസത്തിൽ കൂടുതൽ, ഇത്രയും ദിവസം, ഇത്രയും കാലയളവിൽ ഒരു കുട്ടിയെ കൊണ്ടു നടന്ന് പഠിപ്പിച്ച് പരിശീലനം നൽകിയിട്ട് ടെസ്റ്റിൽ പങ്കെടുപ്പിക്കുമ്പോൾ അവൻ 6 മിനിറ്റ് കൊണ്ടോ അല്ലെങ്കിൽ 2 മിനിറ്റ് കൊണ്ടോ അവനവൻ്റെ കഴിവനുസരിച്ച് ടെസ്റ്റിൽ പാസ്സാകുന്നുവെങ്കിൽ അതിന് സ്കൂളുകാർ 6 മിനിറ്റ് കൊണ്ട് ഞങ്ങളുടെ ജോലി, സ്കൂളുകാരുടെ ജോലി ലൈസൻസ് കൊടുക്കുക എന്നുള്ളതല്ല. കൈപ്പിടിയിൽ ഒതുക്കാമെന്ന മിഥ്യാധാരണയോടെ മന്ത്രിയായി ചുമതലയേറ്റ അന്നു മുതൽ KB ഗണേഷ് കുമാർ ഡ്രൈവിംഗ് സ്കൂൾ മേഖലയെ തകർക്കാൻ ശ്രമിക്കുകയാണെന്ന് സമിതി ഭാരവാഹികൾ ആരോപിക്കുന്നു.
ഡ്രൈവിംഗ് സ്കൂൾ മേഖല കുത്തകകൾക്കും റിട്ടയർഡ് ഉദ്യോഗസ്ഥ കോർപ്പറേറ്റുകൾക്കും തീരെഴുതി കൊടുക്കാനാണ് മന്ത്രി ശ്രമിക്കുന്നതെന്നും ഇവർ കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രി അടിയന്തരമായി ഇടപെട്ട് നീതി നടപ്പാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെയും തൊഴിലാളികളുടെയും കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ സമരത്തിൽ പങ്കെടുക്കുന്നതെന്നും ഭാരവാഹികൾ അറിയിച്ചു. മാവേലിക്കര ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷ് ചങ്ങനാശ്ശേരി നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ ദിവസം പര്യടനം നടത്തി. അന്തരിച്ച മുൻ MLA CF തോമസിന്റെ കല്ലറയിൽ പ്രാർത്ഥന നടത്തിക്കൊണ്ടായിരുന്നു പ്രചരണത്തിന് തുടക്കം കുറിച്ചത്. CF തോമസിന്റെ കല്ലറയിലെ പ്രാർത്ഥനയ്ക്ക് ശേഷം പായിപ്പാട് കവലയിൽ നിന്നും ഇരുചക്ര വാഹനങ്ങളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ റോഡ് ഷോ ആരംഭിച്ചു. വിവിധ പ്രദേശങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം വൈകുന്നേരം 4 മണിയോടെ പെരുന്ന ബസ് സ്റ്റാൻഡിലെത്തി. അവിടെ യാത്രക്കാരെ നേരിട്ട് കണ്ടും സ്ഥാപനങ്ങളിൽ കയറിയും കൊടിക്കുന്നിൽ സുരേഷ് വോട്ട് അഭ്യർത്ഥിച്ചു. ചങ്ങനാശ്ശേരി ടൗണിൽ ഉജ്ജ്വലമായ റോഡ് ഷോ ആണ് നമ്മളിവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. തീർച്ചയായും ഈ നിയോജകമണ്ഡലത്തിലെ വോട്ടർമാർ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി ചിന്തിക്കുന്നു. വൻപിച്ച ഭൂരിപക്ഷത്തെ നമ്മൾ വിജയിപ്പിക്കാൻ ഈ നിയോജകമണ്ഡലത്തിലെ വോട്ടർമാർ തീരുമാനിച്ചിരിക്കുന്നതിന്റെ പ്രകടമായ തെളിവുകളാണ് രാവിലെ നമ്മുടെ റോഡ് ഷോയ്ക്ക് ലഭിച്ച വൻപിച്ച വരവേൽപ്പ്. പിന്നീട് സെൻട്രൽ ജംഗ്ഷൻ കഴിഞ്ഞ് തുരുത്തി വഴി പര്യടനം കുറിച്ചിയിൽ സമാപിച്ചു. ഇതിനിടയിൽ ചങ്ങനാശ്ശേരി മെത്രാപ്പൊലിത്തൻ പള്ളിയിൽ മാർ ജോസഫ് പൗവത്തലിന്റെ 1ാം ചരമവാർഷിക ദിനാചരണത്തിലും കൊടിക്കുന്നിൽ പങ്കെടുത്തു. മാവേലിക്കര പാർലമെന്റ് മണ്ഡലം ഇടതുമുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് CA അരുൺകുമാർ 3ാം വട്ടവും പര്യടനത്തിനായി ചങ്ങനാശ്ശേരി നിയോജകമണ്ഡലത്തിലെത്തി. മാർക്കറ്റ് കേന്ദ്രീകരിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം പ്രചരണം. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മാവേലിക്കര മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് CA അരുൺകുമാറിന്റെ ചങ്ങനാശ്ശേരി നിയോജക മണ്ഡലത്തിലെ 3ാം പര്യടനത്തിനും തുടക്കമായി. പര്യടനത്തിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് ജോ മൈക്കിൾ MLA നിർവഹിച്ചു. കേരളത്തിന്റെ ശബ്ദം മുമ്പത്തേക്കാൾ ഉപരിയായി പാർലമെന്റ് മുടക്കിക്കൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് കാണിക്കുന്ന തെറ്റായ നയങ്ങൾക്കെതിരെ, അതോടൊപ്പം തന്നെ സാമ്പത്തികമായി നമ്മളെ തകർക്കാൻ ശ്രമിക്കുന്ന ശ്രമങ്ങൾക്കെതിരെ ചങ്ങനാശ്ശേരിയുടെ ശബ്ദം വളരെ ശക്തമായി പാർലമെന്റ് മുഴങ്ങുവാൻ നമുക്ക് പ്രിയപ്പെട്ട അരുൺകുമാറിനെ വിജയിപ്പിക്കാം. മാർക്കറ്റിലെ 5 വിളക്കിന് സമീപത്തു നിന്നും ആരംഭിച്ച പര്യടനത്തിന് വാദ്യമേളങ്ങളും അകമ്പടിയായി. മാർ ജോസഫ് പൗവത്തലിന്റെ 1ാം ചരമവാർഷികാചരണത്തിലും അരുൺകുമാർ പങ്കെടുത്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാവേലിക്കര മണ്ഡലം NDA സ്ഥാനാർത്ഥി ബൈജു കലാശാലയുടെ ഇലക്ഷൻ പ്രചരണാർത്ഥം ചെങ്ങന്നൂർ ശാന്തി പാലസിൽ ജനപ്രതിനിധി സമ്മേളനം ചേർന്നു. BJP ജില്ലാ പ്രസിഡന്റ് MP ഗോപകുമാറിന്റെ അധ്യക്ഷതയിലായിരുന്നു സമ്മേളനം. കർഷക മോർച്ച സംസ്ഥാന പ്രസിഡന്റ് ഷാജി രാഘവൻ കഴിഞ്ഞ ദിവസം ചേർന്ന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സംഘടനാ ജനറൽ സെക്രട്ടറി K. സുഭാഷ് മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന സെക്രട്ടറി രാജീവ് പ്രസാദ്, നേതാക്കളായ PK വാസുദേവൻ, G. ഗോപിനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. മണ്ഡലത്തിൽ പ്രചരണം നടത്തുമ്പോൾ NDAയ്ക്ക് അനുകൂലമായ തരംഗം കാണാൻ കഴിഞ്ഞെന്ന് സ്ഥാനാർത്ഥി ബൈജു കലാശാല പറഞ്ഞു. കാര്യം ഒരു തദ്ദേശ ഭരണ സ്ഥാപനം, ഒരു പഞ്ചായത്ത് മെമ്പർ, പഞ്ചായത്ത് പ്രസിഡന്റ് എന്നൊക്കെയുള്ള രൂപത്തിൽ പ്രവർത്തിച്ച് എനിക്ക് നമുക്ക് നമ്മുടെ പ്രദേശത്തെ ജനങ്ങളെ എത്രമാത്രം സ്വാധീനിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ ഒരു ധാരണയുണ്ട്, ഒരു ചിത്രം എന്റെ മനസ്സിൽ. അതുകൊണ്ട് നമുക്ക് ഒരു കിട്ടാക്കനിയായി തുടരുന്ന ഈ പാർലമെന്റ് മണ്ഡലം ഇക്കുറി നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റും. ഞാനൊരു കാര്യം പറയുന്നത്, ഞാനിപ്പോ കഴിഞ്ഞ കുറച്ച് ദിവസത്തെ ഒരു അനുഭവം, അത് പണ്ടത്തെ കൂട്ടല്ല. ഞാന് ഈ അസംബ്ലി മത്സരിച്ചിട്ടുള്ള ആളാണ്, UDFന്റെ സ്ഥാനാർത്ഥിയെ മത്സരിച്ചിട്ടുള്ള ആളാണ്. ജനത്തിന്റെ പ്രതികരണം അപാരമാണ്, അത്ഭുതകരമാണ്. അവർ മനസ്സിലെന്തൊക്കെ തീരുമാനിച്ചു ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട്. സമ്മേളനത്തിന് ശേഷം സ്ഥാനാർത്ഥി ചെങ്ങന്നൂർ മണ്ഡലത്തിലെ വീടുകളും സ്ഥാപനങ്ങളും കയറിയിറങ്ങി വോട്ട് അഭ്യർത്ഥിച്ചു. അതിനിടയിൽ ചങ്ങനാശ്ശേരിയിൽ മാർ ജോസഫ് പൗവത്തലിന്റെ 1ാം ചരമവാർഷിക ആചരണ ചടങ്ങിലും ബൈജു കലാശാല പങ്കെടുത്തു. അഖില കേരള വിശ്വകർമ്മ മഹാസഭ തലവടി തെക്ക് ശാഖയുടെ വാർഷിക സമ്മേളനം നടത്തി. സംഘടനാ കുട്ടനാട് യൂണിയൻ പ്രസിഡന്റ് KR ഗോപകുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു.
സമ്മേളനത്തിൽ ശാഖാ പ്രസിഡന്റ് കെ മോഹനൻ അധ്യക്ഷനായിരുന്നു. താലൂക്ക് യൂണിയൻ വർക്കിംഗ് പ്രസിഡന്റ് ഡി ഗോപാലകൃഷ്ണൻ അനുഗ്രഹ പ്രഭാഷണവും യൂണിയൻ സെക്രട്ടറി PV നാരായണൻകുട്ടി മുഖ്യപ്രഭാഷണവും നടത്തി. ശാഖാ സെക്രട്ടറി MG വിജയകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. CISF റിട്ടയർഡ് ഉദ്യോഗസ്ഥൻ MV ദാമോദരനെ ചടങ്ങിൽ ആദരിച്ചു. MN അജിത് കുമാർ, രജനി സുരേന്ദ്രൻ, PN ജയശ്രീ, കലേഷ് വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനത്തിന്റെ ഭാഗമായി വിവിധ കലാസമിതികളുടെ നേതൃത്വത്തിൽ കൈകൊട്ടിക്കളി, തിരുവാതിര തുടങ്ങിയ കലാപരിപാടികൾ അരങ്ങേറി. ചക്കിടിക്കാട് ലൂർദ് മാതാ ഹയർ സെക്കൻഡറി സ്കൂൾ കൊയ്ത്തുത്സവത്തിന്റെ ആഘോഷത്തിൽ സ്കൂൾ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ 75 സെന്റ് കൃഷിഭൂമിയിൽ നടത്തിയ നെൽകൃഷിയുടെ വിളവെടുപ്പാണ് കഴിഞ്ഞ ദിവസം നടത്തിയത്. കൊയ്ത്തുത്സവം ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ തോമസ് കുട്ടി മാത്യു ചീരംവേലിൽ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യദായകവും വിഷരഹിതവുമായ കാർഷിക ഉൽപ്പന്നങ്ങൾ എല്ലാവരും അവരവരുടെ വീടുകളിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിക്കണമെന്നും ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ സംസ്ഥാനത്തെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയിലെത്തിക്കാൻ കഴിയുമെന്നും ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് പ്രിൻസിപ്പൽ പറഞ്ഞു. പാടത്ത് പണികൾ ചെയ്തും വിതച്ചും മികച്ച രീതിയിൽ കുട്ടികൾ വളർത്തിയെടുത്ത നെൽകൃഷിയിൽ നല്ല വിളവ് ലഭിക്കുമെന്നാണ് കരുതുന്നത്. പ്രോഗ്രാം ഓഫീസർ ഷിജോ സേവ്യർ കല്ലുപുരയ്ക്കൽ, PTA പ്രസിഡന്റ് സിനു P വർഗീസ് എന്നിവരുടെ നേതൃത്വത്തിൽ 100ഓളം നാഷണൽ സർവീസ് സ്കീമിലെ കുട്ടികളാണ് കൃഷിയിൽ ഏർപ്പെട്ടത്. വിളവുത്സവത്തിൽ അഷ്ടമം പാടശേഖര സെക്രട്ടറി ബാബു ഒറ്റാറയ്ക്കൽ, കർഷകരായ നോബി ജോർജ്, ജിബീഷ് ഫിലിപ്പ്, തോമസ് പത്തിൽ, MBTA പ്രസിഡന്റ് സൈജി ലാലിച്ചൻ തുടങ്ങിയവർ പങ്കെടുത്തു. ചമ്പക്കുളം കല്ലൂർക്കാട് സെന്റ് മേരീസ് ബസിലിക്കയിൽ വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ മരണത്തിരുനാളിന് കൊടിയിറങ്ങി. തിരുക്കർമ്മങ്ങളിലും ഊട്ടുനേർച്ചയിലും പങ്കെടുത്തത് നിരവധി വിശ്വാസികൾ. പ്രധാന തിരുനാൾ ദിനമായ മാർച്ച് 19 ചൊവ്വാഴ്ച രാവിലെ 5-ന് വിശുദ്ധ കുർബാനയോടെയാണ് പള്ളിയിൽ കർമ്മങ്ങൾ ആരംഭിച്ചത്. 6:15-ന് ചങ്ങനാശ്ശേരി അതിരൂപതാ സഹായമെത്രാൻ മാർ തോമസ് തറയിൽ തിരുനാൾ കുർബാന അർപ്പിക്കുകയും വചന സന്ദേശം നൽകുകയും ചെയ്തു. 9:30-ന് ആരംഭിച്ച ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ശേഷമായിരുന്നു തിരുനാൾ പ്രദക്ഷിണം. ഉച്ചയ്ക്ക് 12-ന് ഊട്ടുനേർച്ച ആരംഭിച്ചു. കുട്ടികൾക്കുള്ള കന്നിച്ചോറൂട്ടായിരുന്നു ആദ്യം നടത്തിയത്. തിരുക്കർമ്മങ്ങളിലും ഊട്ടുനേർച്ചയിലും പങ്കെടുക്കാൻ നിരവധി വിശ്വാസികളാണ് എത്തിയത്. വൈകുന്നേരം 6-നായിരുന്നു കൊടിയിറക്ക്. ബസിലിക്ക റെക്ടറും വികാരിയുമായ ഫാദർ ഗ്രിഗറി ഓണംകുളം തിരുക്കർമ്മങ്ങൾ ക്രമീകരിച്ചു. കായൽപ്പുറം സെന്റ് ജോസഫ് തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ മരണത്തിരുനാൾ ഭക്തിയാദരപൂർവ്വം ആചരിച്ചു. ഉച്ചയ്ക്ക് 12-നായിരുന്നു ഊട്ടുനേർച്ചയും കന്നിച്ചോറൂട്ടും. പള്ളിയുടെ ആരംഭകാലം മുതൽ വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ ശ്രാദ്ധ തിരുനാൾ ആചരിച്ചു വരുന്ന ദൈവാലയമാണ് കായൽപ്പുറം സെന്റ് ജോസഫ് തീർത്ഥാടന കേന്ദ്രം. പ്രധാന തിരുനാൾ ദിനമായ മാർച്ച് 19-ന് രാവിലെ 6:15-ന് വിശുദ്ധ കുർബാനയോടെ കർമ്മങ്ങൾ ആരംഭിച്ചു. 9-ന് നടത്തിയ ആഘോഷമായ വിശുദ്ധ കുർബാനയ്ക്ക് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. 11-ന് ലതീഞ്ഞ്, തുടർന്ന് പ്രദക്ഷിണം എന്നിവ നടത്തി. 11:45-ന് നേർച്ച ഭക്ഷണം വെഞ്ചരിച്ചു. തുടർന്ന് കുട്ടികൾക്കുള്ള കന്നിച്ചോറൂട്ടും ഊട്ടുനേർച്ചയും ആരംഭിച്ചു. തിരുക്കർമ്മങ്ങളിലും ഊട്ടുനേർച്ചയിലും പങ്കെടുക്കാൻ നിരവധി വിശ്വാസികളാണ് എത്തിച്ചേർന്നത്. മാവേലിക്കര പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥികളായ UDF-ലെ കൊടിക്കുന്നിൽ സുരേഷ്, LDF-ലെ അഡ്വക്കേറ്റ് CA അരുൺകുമാർ, NDA സ്ഥാനാർത്ഥി ബൈജു കലാശാല എന്നിവർ വോട്ട് അഭ്യർത്ഥന ലക്ഷ്യമാക്കി ഊട്ടുനേർച്ചയിൽ പങ്കെടുക്കാൻ എത്തിയത് ശ്രദ്ധേയമായി. വികാരി ഫാദർ അഗസ്റ്റിൻ പൊങ്ങനാന്തടത്തിൽ ശുശ്രൂഷാ കർമ്മങ്ങൾ ക്രമീകരിച്ചു. ചങ്ങനാശ്ശേരി വെരൂർ സെന്റ് ജോസഫ് ദേവാലയത്തിൽ ചൊവ്വാഴ്ച രാവിലെ 10-ന് മരണത്തിരുനാളിന്റെ കർമ്മങ്ങൾ ആരംഭിച്ചു. ഫാദർ ഡോക്ടർ ജോസ് തെക്കേപ്പുറം തിരുനാൾ കുർബാന അർപ്പിച്ചു. ഫാദർ സെബാസ്റ്റ്യൻ പുന്നശ്ശേരി വചന സന്ദേശം നൽകി. വികാരി ഫാദർ ജെയിംസ് മാളിയേക്കൽ നേർച്ച ഭക്ഷണം വെഞ്ചരിച്ചു. തുടർന്ന് ഊട്ടുനേർച്ചയ്ക്ക് തുടക്കമായി. പ്രദർശനത്തിലും ഊട്ടുനേർച്ചയിലും പങ്കെടുക്കാൻ നിരവധി വിശ്വാസികളാണ് എത്തിച്ചേർന്നത്. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില.
ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6050 രൂപ, പവന് 48,400 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.